പ്രിയദാസനും കാലത്തിൻ മാതൃകയും യുവത്വത്തിൻ വഴികാട്ടിയുമാ കാർലോയെ പ്രാർത്ഥിക്കണേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം ഉചിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ, ദുഷ്ടാരൂപിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളെ തന്നെ അങ്ങേക്ക് പൂർണ്ണമായി സമർപ്പിക്കുന്നു. ഞങ്ങളുടെ നിരവധിയായ പ്രാർത്ഥനകളും യാചനകളും അങ്ങേക്ക് സമർപ്പിക്കുന്നു. യുവജനങ്ങളുടെ സുഹൃത്തും മധ്യസ്ഥനുമായി വാഴ്ത്തപ്പെട്ട കാർലോസിനെ ഞങ്ങൾക്ക് നൽകിയതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. വാഴ്ത്തപ്പെട്ട കാർലോയെ പോലെ ഞങ്ങളും ഞങ്ങളെ തന്നെ അങ്ങേക്ക് സമർപ്പിച്ചുകൊണ്ട് വിശുദ്ധ ജീവിതം നയിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. സകലത്തിന്റെയും നാഥ എന്നേക്കും. ആമേൻ. പർവ്വതങ്ങളിലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു. എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എനിക്ക് സഹായം കർത്താവിൽ നിന്ന് വരുന്നു. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൽ നിന്ന്. നിന്റെ കാൽ വഴുതാൻ അവിടുന്ന് സമ്മതിക്കുകയില്ല. നിന്നെ കാക്കുന്നവൻ ഉറക്കം തൂങ്ങുകയുമില്ല. ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങുകയില്ല, ഉറങ്ങുകയുമില്ല. കർത്താവാണ് നിന്റെ കാവൽക്കാരൻ. നിനക്ക് തണലേകാൻ അവിടുന്ന് നിന്റെ വലതുഭാഗത്തുണ്ട്. പകൽ സൂര്യനോ രാത്രി ചന്ദ്രനോ നിന്നെ ഉപദ്രവിക്കുകയില്ല. സകല തിന്മകളിൽ നിന്നും കർത്താവ് നിന്നെ കാത്തുകൊള്ളും. അവിടുന്ന് നിന്റെ ജീവൻ സംരക്ഷിക്കും. കർത്താവ് നിന്റെ വ്യാപാരങ്ങളെ എന്നും എന്നേക്കും കാത്തുകൊള്ളും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കുമാമേൻ. കാരുണ്യവാനും ആശ്വാസദായകനുമായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു. ആധുനിക കാലത്തിന്റെ സാഹചര്യങ്ങളെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ലോകമെങ്ങും ദിവ്യകാരുണ്യ അത്ഭുതങ്ങൾ പ്രചരിപ്പിച്ച കാർലോയെ ഞങ്ങൾക്ക് മാതൃകയും മധ്യസ്ഥനുമായി നൽകിയല്ലോ. കാലത്തിന്റെ സാധ്യതകളെ പ്രയോജനപ്പെടുത്തി ദൈവരാജ്യത്തിന് സാക്ഷികളാകാൻ ഞങ്ങളെ സഹായിക്കണമേ. സകലത്തിന്റെയും നാഥ എന്നേക്കും. ആമേൻ. സർവാധിപനാം കർത്താവേ, നിൻ സ്തുതി ഞങ്ങൾ പാടുന്നു. ഈശോനാഥ വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നതമാ ഉദ്ധാനം നീ അരുളും. അക്ഷയമവരുടെ ആത്മാവിൻ ഉത്തമരക്ഷയുമേകുന്നു. നിങ്ങൾ നിങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുവിൻ. നാളെ നിങ്ങളുടെ ഇടയിൽ ഞാൻ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുമെന്ന് അരുളിച്ചത് ഈശോയെ, ഞങ്ങളുടെ ശരീരത്തെ വിശുദ്ധമായി സൂക്ഷിക്കാനും വിശുദ്ധിയുടെ പരിമളം ലോകമെങ്ങും പ്രസരിപ്പിക്കാനും ഞങ്ങളെ സഹായിക്കണമേ. പ്രത്യേകമായി ശാരീരിക അസ്വാസ്ഥ്യം അനുഭവിക്കുന്നവരെ അങ്ങയുടെ തിരുമുൻപിൽ സമർപ്പിക്കുന്നു. വേദനകളെ സന്തോഷത്തോടെ സ്വീകരിച്ചുകൊണ്ട് അങ്ങ് നൽകിയ രക്ഷ സ്വന്തമാക്കുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ. സകലത്തിന്റെയും നാഥ എന്നേക്കും. ആമേൻ. ശാരീരിക വിശുദ്ധി കാത്തു സൂക്ഷിക്കാൻ കാർലോ ഉപയോഗിച്ചിരുന്ന വിശുദ്ധ മീഖായേൽ മാലാഖയോടുള്ള പ്രാർത്ഥന നമുക്കിപ്പോൾ ഏറ്റുചൊല്ലാം. മുഖ്യദൂതനായ വിശുദ്ധ മീഖായേലേ, സ്വർഗീയ സൈന്യങ്ങളുടെ പ്രതാപവാനായ പ്രഭു, ഉന്നത ശക്തികളോടും അധികാരങ്ങളോടും ഇടലടഞ്ഞ ഈ ലോകത്തിലെ ഭരണകർത്താക്കളോടും ഉപരിതലങ്ങളിലെ ദുരാത്മാക്കളോടുമുള്ള യുദ്ധത്തിൽ ഞങ്ങളെ സഹായിക്കണമേ. ദൈവം സ്വന്തം ചായ സൃഷ്ടിക്കുകയും വലിയ വില കൊടുത്ത് വീണ്ടെടുക്കുകയും ചെയ്ത മനുഷ്യരെ പിശാചിന്റെ ക്രൂര ഭരണത്തിൽ നിന്ന് രക്ഷിക്കുവാൻ മരണമേ. അങ്ങയാണല്ലോ തിരുസഭ തന്റെ പരിപാലകനും സംരക്ഷകനും
പൂർണ്ണമായി വണങ്ങുന്നത്. കർത്താവ് രക്ഷിച്ചാത്മാക്കളെ സംഘത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ നിയുക്തനായിരിക്കുന്നത് അങ്ങ് തന്നെയാണല്ലോ. ആകയാൽ ഞങ്ങളുടെ പാദങ്ങളുടെ കീഴിൽ പിശാചിനെ അടിപ്പെടുത്തുവാൻ സമാധാനദാതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. പിശാച് ഒരിക്കലും മനുഷ്യരെ കീഴ്പ്പെടുത്തുകയോ തിരുസഭയെ ഉപദ്രവിക്കുകയോ ചെയ്യാതിരിക്കട്ടെ. കർത്താവിന്റെ കരുണവേഗം ഞങ്ങളുടെ മേലുണ്ടാകുന്നതിനായി ഞങ്ങളുടെ യാചനകൾ അത്യുന്നതന്റെ മുമ്പിൽ സമർപ്പിക്കണമേ. ദുഷ്ടജന്തുവും പഴയ സർപ്പവുമായ സാത്താനെയും അവന്റെ കൂട്ടുകാരെയും പിടിച്ചുകെട്ടി പാതാളത്തിൽ തള്ളി താഴ്ത്തണമേ. അവനിനി ഒരിക്കലും ജനങ്ങളെ വഴിതെറ്റിക്കാതിരിക്കട്ടെ. ആമീൻ. വിനയത്തിന്റെ മാതൃക നൽകി കാലിത്തൊഴുത്തിൽ പിറന്ന ഈശോയെ അങ്ങേ അനുകരിച്ച് വിനയത്തിലും ദൈവഭക്തിയിലും സമാധാനപൂർവ്വം ശാന്തവുമായ ജീവിതം നയിക്കാൻ ഞങ്ങളെയും സഹായിക്കണമേ. ഈ സൈബർ യുഗത്തിൽ കാർലോയെ പോലെ അങ്ങ് ഞങ്ങളിൽ നിക്ഷേപിച്ചിരിക്കുന്ന കഴിവുകളും താലന്തുകളും ദൈവരാജ്യത്തിനായി സന്തോഷപൂർവ്വം സമർപ്പിക്കാൻ അനുഗ്രഹിക്കണമേ. സകലത്തിന്റെയും നാഥ എന്നേക്കും ആമീൻ. എഴുതി നരകുലരക്ഷകന മിശിഹാരാജൻ തന്മൊഴികൾ സുവിശേഷത്തിൻ തിരുഗ്രന്ഥം പരിശുദ്ധാത്മനിവേശത്താ. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. അധ്യായം 14 തിരുവചനങ്ങൾ 1 മുതൽ. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലായിരുന്നെങ്കിൽ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ ഞാൻ പോകുന്നുവെന്ന് നിങ്ങളോട് ഞാൻ പറയുമായിരുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കി കഴിയുമ്പോൾ ഞാൻ ആയിരിക്കുന്നിടത്ത് നിങ്ങളുമായിരിക്കാൻ ഞാൻ വന്ന് നിങ്ങളെ അവിടേക്ക് കൂട്ടിക്കൊണ്ടുപോകും. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഈശോയില് സ്നേഹം നിറഞ്ഞ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ വാഴ്ത്തപ്പെട്ട കാർലോസിനെ ഓർത്തുകൊണ്ട് നമ്മുടെ നിയോഗങ്ങളൊക്കെ കാർലോസ് വഴി ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്ന ദിവസങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോവുക. ഇന്ന് യോഹന്നാന്റെ സുവിശേഷത്തിൽ 14-ാമത്തെ അധ്യായത്തിൽ ഈശോ പറയാ, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് ഈ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് വാസസ്ഥലങ്ങൾ ഉണ്ട് എന്നൊരു ബോധ്യം നമുക്ക് ലഭിക്കുന്നത് വിശുദ്ധ കുർബാനയിലൂടെയാണ്. നിത്യജീവനുള്ള വ്യക്തിക്ക് ഈശോയുടെ അടുത്തേക്ക് പോകണം എന്നൊരാഗ്രഹം തീർച്ചയായും ഉണ്ടാകും. അതിനാണ് വചനം പറയുന്നത്. യോഹന്നാന്റെ സുവിശേഷം 6-ാമത്തെ അധ്യായത്തിൽ വചനം പറയുകയാണ്, എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. വിശുദ്ധ കുർബാന ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നതിൻ്റെ ഓട്ടോമാറ്റിക് റിസൾട്ടാണ് നിത്യജീവൻ. അതുകൊണ്ട് തന്നെ നമ്മുടെ അമ്മച്ചിമാരൊക്കെ അല്ലെങ്കിൽ പ്രായമായ അപ്പച്ചന്മാർ, യുവജനങ്ങളൊക്കെ ദേവാലയത്തിൽ പോകുന്ന ആളുകൾക്ക് ഒരു പ്രതീക്ഷയുണ്ട്. ഈ ലോകത്തിനപ്പുറത്ത് ഒരു ജീവിതമുണ്ട്, അവിടെ എനിക്ക് സ്വർഗത്തിൽ ഈശോയോടൊപ്പം ജീവിക്കണം എന്ന് ചിന്തിച്ചുകൊണ്ടാണ് ഭൗതിക നേട്ടങ്ങൾക്കല്ലാതെ പരിശുദ്ധ കുർബാനയ്ക്ക് പോകുന്ന ആളുകൾ എല്ലാവരും ദേവാലയത്തിലേക്ക് പോകുന്നത് എന്നുള്ളതിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. അത് വാഴ്ത്തപ്പെട്ട കാർലോസിൻ്റെ ജീവിതത്തിൽ അങ്ങനെ തന്നെയായിരുന്നു. ഈ കാർലോസിൻ്റെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഒരു വാക്യമുണ്ട്, യുക്രിസ്റ്റ് ഈസ് മൈ ഹൈവേ ടു ഹെവൻ. വിശുദ്ധ കുർബാന സ്വർഗത്തിലേക്കുള്ള എൻ്റെ അതിവേഗ പാതയാണ്. ഇപ്പം പ്രിയപ്പെട്ടവരെ, നമ്മൾ ഭൗതികതയ്ക്ക് വേണ്ടിയാണ് ദൈവത്തിൽ ആശ്രയിക്കുന്നതെങ്കിൽ കാർലോ നമ്മളോട് പറയുക, ഒരു യൂ ടേൺ എടുക്കണം. നമ്മൾ ഈശോയെ ആശ്രയിക്കേണ്ടത് ശരിക്കും സ്വർഗത്തിൽ പോകാൻ വേണ്ടിയാണ് എന്ന് വചനം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്നത്, പരിശുദ്ധ കുർബാനയ്ക്ക് പോകുന്നത് സ്വർഗത്തോളം എത്തി നിൽക്കാൻ വേണ്ടിയാണ് എന്നുള്ള കാര്യം ഈശോ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് കാർലോയെ പോലെ സ്വർഗത്തിന് വേണ്ടി പരിശുദ്ധ കുർബാനയെ ആശ്രയിക്കുന്ന വ്യക്തികളാകാൻ കാർലോ നമ്മളെ ചലഞ്ച് ചെയ്യുക. നമുക്ക് ആ ഒരു വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് ഏറ്റവും കൃപയിൽ പരിശുദ്ധ കുർബാനയോട് ചേർന്ന് ജീവിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്ന ഈശോയെ ധ്യാനിച്ചുകൊണ്ട് യുവാവായ ഈശോയെ ഞങ്ങളുടെ യുവജനങ്ങളെ വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. യുവാവായ ഈശോയെ ഞങ്ങളുടെ യുവജനങ്ങളെ വിശുദ്ധീകരിക്കണമേ. കാണാതായ ആടിനെ തേടിയിറങ്ങിയ നല്ലവനായ ഈശോയെ, യുവാവായ ഈശോയെ ഞങ്ങളുടെ യുവജനങ്ങളെ വിശുദ്ധീകരിക്കണമേ. ലോകത്തിന്റെ പ്രകാശവും ഭൂമിയുടെ ഉപ്പുമാകുവാൻ ഞങ്ങളെ വിളിച്ച ഈശോയെ, യുവാവായ ഈശോയെ ഞങ്ങളുടെ യുവജനങ്ങളെ വിശുദ്ധീകരിക്കണം. എല്ലാ സൃഷ്ടികളോടും സുവിശേഷ
സുവിശേഷം പ്രസംഗിക്കാൻ ആഹ്വാനം ചെയ്ത ഈശോയെ, യുവാവായ ഈശോയെ, ഞങ്ങളുടെ യുവജനങ്ങളെ വിശുദ്ധീകരിക്കണമേ. സുവിശേഷത്തിലെ ഈശോയെ അനുകരിച്ച് ഞങ്ങളും വിശുദ്ധി പ്രാപിക്കുവാൻ, യുവാവായ ഈശോയെ, ഞങ്ങളുടെ യുവജനങ്ങളെ വിശുദ്ധീകരിക്കണമേ. സുവിശേഷ തീഷ്ണതയാൽ ഞങ്ങളുടെ യുവജനങ്ങൾ നിറയുവാൻ, യുവാവായ ഈശോയെ, ഞങ്ങളുടെ യുവജനങ്ങളെ വിശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ യുവജനങ്ങൾ ശരിയായ ജീവിതാന്തസ്സുകൾ തിരഞ്ഞെടുക്കുവാൻ, യുവാവായ ഈശോയെ, ഞങ്ങളുടെ യുവജനങ്ങളെ വിശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ യുവജനങ്ങളിൽ നിന്നും ധാരാളം ദൈവവിളികൾ ഉണ്ടാകുവാൻ, യുവാവായ ഈശോയെ, ഞങ്ങളുടെ യുവജനങ്ങളെ വിശുദ്ധീകരിക്കണമേ. ജീവിത സാഹചര്യങ്ങളിൽ അങ്ങേക്ക് സാക്ഷ്യം വഹിക്കുവാൻ, യുവാവായ ഈശോയെ, ഞങ്ങളുടെ യുവജനങ്ങളെ വിശുദ്ധീകരിക്കണമേ. തങ്ങളുടെ കഴിവുകൾ സുവിശേഷത്തിന്റെ പുരോഗതിക്കായി പ്രയോജനപ്പെടുത്തുവാൻ, യുവാവായ ഈശോയെ, ഞങ്ങളുടെ യുവജനങ്ങളെ വിശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ യുവജനങ്ങൾ ശാരീരികവും ആത്മീയവുമായ വിശുദ്ധിയിൽ നിറയുവാൻ, യുവാവായ ഈശോയെ, ഞങ്ങളുടെ യുവജനങ്ങളെ വിശുദ്ധീകരിക്കണമേ. തെറ്റായ ബന്ധങ്ങളിൽ നിന്നും ചീത്ത കൂട്ടുകെട്ടുകളിൽ നിന്നും, യുവാവായ ഈശോയെ, ഞങ്ങളുടെ യുവജനങ്ങളെ വിശുദ്ധീകരിക്കണമേ. തെറ്റായ പ്രബോധനങ്ങളിൽ നിന്നും പരിശീലനങ്ങളിൽ നിന്നും, യുവാവായ ഈശോയെ, ഞങ്ങളുടെ യുവജനങ്ങളെ വിശുദ്ധീകരിക്കണമേ. ക്രോധം, ദേഷ്യം മുതലായ അശുദ്ധികളിൽ നിന്നും, യുവാവായ ഈശോയെ, ഞങ്ങളുടെ യുവജനങ്ങളെ വിശുദ്ധീകരിക്കണമേ. ഈ ലോകത്തിൽ ഇപ്പോൾ അർപ്പിക്കപ്പെടുന്ന എല്ലാ പരിശുദ്ധ കുർബാനയോടും ചേർത്ത്, കർത്താവിന്റെ രണ്ടാമത്തെ ആഗമനം വരെ ഈ ലോകത്തിൽ അർപ്പിക്കപ്പെടാനിരിക്കുന്ന എല്ലാ പരിശുദ്ധ കുർബാനയോടും ചേർത്ത്, കർത്താവിന്റെ കാൽവരി ബലി മുതൽ ഇപ്പോൾ വരെ ഈ ലോകത്തിൽ അർപ്പിക്കപ്പെട്ട എല്ലാ പരിശുദ്ധ കുർബാനയുടെ അഭിഷേകത്തോട് ചേർത്ത് നമുക്ക് നമ്മുടെ നിയോഗങ്ങളും പ്രാർത്ഥനകളും വാഴ്ത്തപ്പെട്ട കാർലോ വഴി ഈശോയ്ക്ക് സമർപ്പിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ നയിക്കുവാമേ. ലോകരക്ഷകനായ ഈശോയെ, വാഴ്ത്തപ്പെട്ട കാർലോയെ ഞങ്ങൾക്ക് മാതൃകയും തുണയുമായി നൽകിയല്ലോ. ദിവ്യകാരുണ്യത്തെ സ്നേഹിക്കുകയും അവനായി സ്വയം സമർപ്പിക്കുകയും ചെയ്തുകൊണ്ട് ജീവിതത്തിലെ സഹനങ്ങളും വേദനകളും രക്ഷാകരമാക്കി അങ്ങയുടെ ദാസനെ അനുകരിച്ച് ലോകത്തിന്റെ പ്രകാശവും ഭൂമിയുടെ ഉപ്പുമാകാനുള്ള ഞങ്ങളുടെ വിളിയോട് പൂർണ്ണമായി വിധേയപ്പെടാനും അനേകരെ രക്ഷയിലേക്ക് ആനയിക്കാനും ഞങ്ങളെ സഹായിക്കണമേ. സകലത്തിന്റെയും നാഥ എന്നേക്കും ആമേൻ. ജപം. വിശുദ്ധ കുർബാനയിൽ വിശുദ്ധ കുർബാനയിൽ സത്യമായും നിത്യമായി എഴുന്നള്ളിയിരിക്കുന്ന ഈശോയെ, ഞങ്ങൾ അങ്ങിൽ വിശ്വസിക്കുന്നു, സ്നേഹിക്കുന്നു, ആരാധിക്കുന്നു, പ്രഖ്യാപിക്കുന്നു. വിശുദ്ധ കുർബാനയിൽ സത്യമായും നിത്യമായി എഴുന്നള്ളിയിരിക്കുന്ന ഈശോയെ, ഞങ്ങൾ അങ്ങിൽ വിശ്വസിക്കുന്നു, സ്നേഹിക്കുന്നു, ആരാധിക്കുന്നു, പ്രഖ്യാപിക്കുന്നു. വിശുദ്ധ കുർബാനയിൽ സത്യമായും നിത്യമായി എഴുന്നള്ളിയിരിക്കുന്ന ഈശോയെ, ഞങ്ങൾ അങ്ങിൽ വിശ്വസിക്കുന്നു, സ്നേഹിക്കുന്നു, ആരാധിക്കുന്നു, പ്രഖ്യാപിക്കുന്നു. ചൊല്ലിത്തരുന്ന പ്രാർത്ഥന നമുക്ക് ഏറ്റുചൊല്ലാം. സൈബർ അപ്പസ്തോലനായ കാർലോയെ, ഈശോ നൽകിയ താലന്തുകളെ ചെറുപ്രായത്തിൽ തന്നെ വർദ്ധിപ്പിക്കുകയും ദിവ്യകാരുണ്യ ഭക്തിയിലും മാതൃഭക്തിയിലും അടിയുറച്ച് ജീവിക്കുകയും ചെയ്ത അങ്ങ് സൈബർ ലോകത്തിൽ ഞങ്ങളുടെ മധ്യസ്ഥനും തുണയുമാകണമേ. സാമൂഹിക മാധ്യമങ്ങളെ ശരിയായ രീതിയിൽ ഉപയോഗിക്കാനും മാധ്യമ മേഖലകളിൽ ഒളിഞ്ഞിരിക്കുന്ന എല്ലാ തിന്മകളിൽ നിന്ന് അകന്നു നിൽക്കുവാനും സഭയ്ക്കും സമൂഹത്തിനും ഉപകാരപ്പെടുന്ന രീതിയിൽ അവയെ ഉപയോഗിക്കാനും വേണ്ട കൃപയ്ക്കായി പ്രാർത്ഥിക്കണമേ. പ്രത്യേകമായ തിരുസഭയെയും സഭാ ശുശ്രൂഷകളെയും വേട്ടയാടുന്ന എല്ലാ മാധ്യമങ്ങളിൽ നിന്നും വിവേകപൂർവ്വം അകന്നു നിൽക്കുവാനും ഇരുളടഞ്ഞ മാധ്യമവേദിയിൽ സത്യത്തിന്റെ പ്രകാശമായി കത്തിജ്വലിക്കുവാനും ഞങ്ങളുടെ യുവജനങ്ങളെ ശക്തരാക്കണമേ. ഞങ്ങളുടെ യുവജനങ്ങളെ തെറ്റായ സ്നേഹബന്ധങ്ങളിൽ നിന്നും ജഡികാഭിലാഷങ്ങളിൽ നിന്നും തെറ്റായ കൂട്ടുകെട്ടുകളിൽ നിന്നും പിന്തിരിയുവാൻ വേണ്ട കൃപയ്ക്കായി അങ്ങ് ഈശോയോട് മാധ്യസ്ഥം വഹിക്കണമേ. ഈശോ വസിക്കുന്ന ആലയമായ ഞങ്ങളുടെ ശരീരത്തെ നിർമ്മലവും വിശുദ്ധവുമായി കാത്തു സൂക്ഷിക്കാൻ ഞങ്ങൾക്കിടയാകട്ടെ. പാപങ്ങളോടും അനാഥരോടും അനുകമ്പ കാട്ടുവാനും മറ്റുള്ളവരെ അങ്ങേക്കാൾ ശ്രേഷ്ഠരായി കരുതി ബഹുമാനിക്കാനും ഞങ്ങളെ സഹായിക്കണമേ. പ്രത്യേകമായി തിരുസഭയുടെ എല്ലാ നിയോഗങ്ങൾക്ക് വേണ്ടിയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തിരുസഭയെ അധികമായി സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്ത കാർലോയെ സഭയുടെ എല്ലാ നവമാധ്യമ പ്രവർത്തനങ്ങൾക്കും മാധ്യസ്ഥമേകണമേ. ഞങ്ങളുടെ ആത്മീയവും ഭൗതികവുമായ എല്ലാ ആവശ്യങ്ങളും പ്രത്യേകിച്ച് ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്ന ഈ പ്രാർത്ഥനകൾ മേലും അങ്ങേ ശക്തമായ മാധ്യസ്ഥം ഞങ്ങൾ തേടുന്നു. 21-ാം നൂറ്റാണ്ടിന്റെ സാധ്യതകളെ പ്രയോജനപ്പെടുത്തി ദിവ്യകാരുണ്യ ഭക്തി അനേകരിലേക്ക് എത്തിച്ച കാർലോയെ ഞങ്ങളും അങ്ങേ മാതൃക അനുകരിച്ച് വിശുദ്ധ ജീവിതം നയിക്കുവാൻ ഇടയാക്കണമേ. ആമീൻ. നമുക്ക് ലഭിച്ച എല്ലാ നന്മകളും വാഴ്ത്തപ്പെട്ട കാർലോ വഴി ഈശോയ്ക്ക് സമർപ്പിക്കാം. ഞങ്ങളെ സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന നല്ലവനായ ദൈവമേ,
ലോകമാസകലമുള്ള യുവജനങ്ങളെ അങ്ങേ പരിപാലനയ്ക്കായി സമർപ്പിക്കുന്നു. ഞങ്ങളുടെ യുവജനങ്ങളിൽ നിന്നും ധാരാളം ദൈവവിളികൾ ഉണ്ടാകുവാനും വിവാഹ തടസ്സങ്ങൾ മാറുവാനും ഞങ്ങളുടെ ജീവിതാന്തസ്സിൽ വിശ്വസ്തരായിരിക്കാനും അങ്ങ് അവരിൽ നിക്ഷേപിച്ചിരിക്കുന്ന നിരവധിയായ കഴിവുകളും താലന്തുകളും വിശുദ്ധമായി കണ്ടവയെ വർദ്ധിപ്പിക്കാനും കൃപയരുളണമേ. സ്വർഗരാജ്യത്തെ ലക്ഷ്യമാക്കി ഞങ്ങളുടെ ജീവിതം കെട്ടിപ്പടുക്കുവാനും നവസുവിശേഷവൽക്കരണത്തിന്റെ വക്താക്കളാകുവാനും അനുഗ്രഹിക്കണമേ. സകലത്തിന്റെയും നാഥ എന്നേക്കും ആമേൻ. കർത്താവേ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ രക്ഷകനും പരിപാലകനുമായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു. ജീവിതയാത്രയിൽ കാർലോയുടെ മധ്യസ്ഥം ഞങ്ങൾക്ക് അഭയവും തുണയുമാകട്ടെ. പ്രത്യേകമായി നൊവേനയിൽ സമർപ്പിച്ച എല്ലാ പ്രാർത്ഥനകളും യാചനകളും ദയാവറും സ്വീകരിക്കണമേ. ലോകയാത്രയിൽ വിശുദ്ധിയിൽ ആഴപ്പെടാനും ജീവിത വിശുദ്ധിയും ആത്മനിയന്ത്രണവും വഴി അങ്ങ് പകർന്നു വന്ന നിത്യരക്ഷ സ്വന്തമാക്കാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദിവ്യകാരുണ്യനാഥനായ ഈശോ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ പ്രതിസന്ധികളിലും വേദനകളിലും നമുക്ക് അഭയവും തുണയുമാകട്ടെ. പരിശുദ്ധ അമ്മയുടെയും സകല വിശുദ്ധരുടെയും മാലാകമാരുടെയും പ്രാർത്ഥനകൾ നമ്മോടൊപ്പം ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. വാഴ്ത്തപ്പെട്ട കാർലോയേ, ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമേ. വാഴ്ത്തപ്പെട്ട കാർലോയേ, ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമേ.